بسم الله الرحمن الرحيم. قال الإمام السعدي رحمه الله في جوامع الأخبار الحديث السادس والعشرون 26 حديث عن جابر بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم أعطيت خمسا لم يعطهن أحد من الأنبياء قبلي نصرت بالرعب مصيرة شهر وجعلت لي الأرض كلها مسجدا وطهورا فأيما رجل من أمتي أدركنه أو أدركته الصلاة فليصلي وأحلت لي الغنائم ولم تحل لأحد قبلي وأعطيت الشفاعة وكان النبي يبعث إلى قومه خاصة وبعثت إلى الناس أو عامة متفق عليه. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഅതീതു ഖംസൻ, എനിക്ക് 5 കാര്യങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. ലം യുഅതഹുന്ന അഹദുൻ മിനൽ അംബിയാഇ ഖബ്ലി, എനിക്ക് മുമ്പുള്ള അമ്പിയാക്കളിൽ ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത 5 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒന്ന്, നുസിർതു ബിർറുഅബി മസീറത ശഹർ, 1 മാസത്തെ സഞ്ചാരദൈർഘ്യത്തോളം ഭയം ശത്രുക്കളുടെ മനസ്സിൽ ഇട്ടുകൊടുക്കപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കപ്പെട്ടു. വജുഇലത് ലിൽ അർദു കുല്ലുഹാ മസ്ജിദൻ വതഹൂറ, ഭൂമി മുഴുവനായിക്കൊണ്ടും എനിക്ക് മസ്ജിദും തഹൂറുമാക്കപ്പെട്ടു. ഫഅയ്യുമാ റജുലിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതൊരാളാണോ അദ്റകത്ഹു സ്വലാ, അവൻ നമസ്കാരത്തിന് സമയമാകുന്നത് ഫൽയുസല്ലി, അവിടെ അവൻ നമസ്കരിക്കട്ടെ. ഉഹില്ലത് ലിൽ ഗനായിം, എനിക്ക് ഗനീമത്ത് സ്വത്ത് ഹലാലാക്കപ്പെട്ടു, യുദ്ധാനന്തര സ്വത്ത്. വലം തഹില്ല ലി അഹദിൻ ഖബ്ലി, എനിക്ക് മുമ്പുള്ള ഒരാൾക്കും, അതായത് ഒരു നബിക്കും മുമ്പ് അത് ഹലാലാക്കപ്പെട്ടിരുന്നില്ല. വഉതീതു ഷഫാഅ, എനിക്ക് ഷഫാഅത്ത് നൽകപ്പെട്ടു. വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുബഅതു ഇലാ ഖൗമിഹി ഖാസ, നബിമാർ അവരവരുടെ ഖൗമിലേക്ക് പ്രത്യേകമായി അയക്കപ്പെടുന്നവരായിരുന്നു, അവരുടെ ഖൗമിലേക്ക് മാത്രം. വബുഇതു ഇലൻ നാസി ആമതൻ, എന്നാൽ ഞാൻ എല്ലാ ജനങ്ങളിലേക്കും ആയിക്കൊണ്ട് അയക്കപ്പെട്ടു. وذكر النبي صلى الله عليه وسلم في هذا الحديث ما خص به وما من الله جل وعلا عليه فخصه به دون الأنبياء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പ്രത്യേകമായി നൽകപ്പെട്ട, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ചില ശ്രേഷ്ഠതകൾ, അതിനെ സംബന്ധിച്ചിട്ടാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിലൊന്നാമത്തത് നുസിർതു ബിർറുഅബി മസീറത ശഹർ, 1 മാസത്തെ സഞ്ചാരദൈർഘ്യത്തോളം, അത്രയും റുഅബ്, ഭയം ശത്രുക്കളുടെ മനസ്സിൽ ഇട്ടുകൊടുക്കപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കപ്പെട്ടു. നസറഹുല്ലാഹു ജല്ല വഅല ബിർറുഅബ് മസീറത ശഹർ വദാലിക അന്ന അല്ലാഹ ജല്ല വഅല ഖദഫ ഫീ ഖുലൂബി അഅദാഇഹി അർറുഅബ് അൽ ഖൗഫ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ കഠിനമായ ഭയം അല്ലാഹു തആല ഇട്ടുകൊടുത്തു. അങ്ങനെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചു. കമാ ഖാല അല്ലാഹു ജല്ല വഅല സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു الرعب ബിമാ അശ്റകൂ ബില്ലാഹ്, സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു الرعب ബിമാ അശ്റകൂ ബില്ലാഹ്, കാഫിരീങ്ങളുടെ മനസ്സുകളിൽ നാം ഭയം ഇട്ടുകൊടുക്കുന്നതാണ്. ബിമാ അശ്റകൂ ബില്ലാ, അവർ അല്ലാഹുവിൽ ശിർക്ക് ചെയ്ത കാരണത്താൽ, അവർ അല്ലാഹുവിൽ പങ്കുചേർത്ത കാരണത്താൽ അവരുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഭയം ഇട്ടുകൊടുക്കുന്നതാണ്. വമിൻ ഹാദിൽ ഖസായിസ്, രണ്ടാമതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വജുഇലത് ലിയൽ അർദു കുല്ലുഹാ മസ്ജിദൻ വതഹൂറ, ഭൂമി മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മസ്ജിദും തഹൂറുമായി, അതായത് എവിടെ വേണമെങ്കിലും നമസ്കരിക്കാം, എല്ലാ സ്ഥലങ്ങളും തഹൂറാണ്. കുല്ലുഹാ മസ്ജിദൻ വതഹൂറ,
ഇല്ലാ മാ ഇസ്തസ്നാഹു ദലീൽ, ദലീൽ കൊണ്ട് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലൊഴികെ. ഏതുപോലെ കൽ മഖ്ബറ, ഖബർസ്ഥാനം, മഖ്ബറയിൽ നമസ്കാരം പാടില്ല. വൽ ഹമ്മാം, അതുപോലെ തന്നെ ടോയ്ലറ്റും മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലങ്ങൾ. അതുപോലെ മആത്തുൽ ഇബ്ൽ, ഒട്ടകത്തിന്റെ ആല, അതെല്ലാം തെളിവ് കൊണ്ട്, ദലീല് കൊണ്ട് ആ സ്ഥലങ്ങളിൽ നമസ്കാരം നിരോധിക്കപ്പെട്ടതാണ്. അതല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും നമസ്കരിക്കാം, അത് ജായിസാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായി കൊണ്ട് നൽകപ്പെട്ടതാണ്. ജുഇലത് ലിയൽ അർളു മസ്ജിദൻ വതഹൂറ ഫഅയ്യുമാ റജുലിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതൊരാളാകട്ടെ, അദ്റകത്ഹു സ്വലാ, അവന് നമസ്കാരത്തിന് സമയമായി, ഫൽയുസല്ലി, അവൻ എവിടെയാണോ അവിടെ വെച്ച് അവൻ നമസ്കരിക്കാം. ഫകാനത് فذكر من هذه الخصائص كذلك. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകപ്പെട്ട, പ്രത്യേകമായി നൽകപ്പെട്ടതിൽപ്പെട്ട ഒരു കാര്യമാണെന്ത്? ഫയുമ ഔ ഉഹില്ലത് ലിയൽ ഗനായിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗനായിം, ഗനീമത്ത് സ്വത്തുക്കൾ അനുവദിക്കപ്പെട്ടു, ഹലാലാക്കപ്പെട്ടു. ഫകാനത്തിൽ ഉമം അൽ മാദിയ ഇദാ തഹസ്സലത് അലൽ ഗനായിം ലം യഹിലു ലഹും അൻ യഖുദൂഹ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മുമ്പുള്ള ഉമ്മത്തുകൾ, അവർക്ക് ഗനീമത്ത് സ്വത്ത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എടുക്കാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല, അവർക്കത് ഹലാലായിരുന്നില്ല. ബൽ വജബ അലൈഹിം അൻ യുഹ്രിഖൂഹ, നേരെ മറിച്ച് അത് കത്തിച്ചു കളയുക എന്നതായിരുന്നു അവരുടെ മേലെ നിർബന്ധമായിരുന്നത്. അതായിരുന്നു അവർക്കുണ്ടായിരുന്ന ഹുക്മ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗനീമത്ത് സ്വത്തുക്കൾ അനുവദിക്കപ്പെട്ടു, ഹലാലാക്കപ്പെട്ടു. അപ്പൊ മറ്റ് അമ്പിയാക്കൾക്കൊന്നും ആ ഒരു പ്രത്യേകത ഇല്ലായിരുന്നു. ഫഖാല വലം തഹില്ല ലി അഹദിൻ ഖബലി, എനിക്ക് മുമ്പുള്ള ഒരു നബിക്കും അത് ഹലാലാക്കപ്പെട്ടിരുന്നില്ല. വഉതീതു അശ്ശഫാഅ, എനിക്ക് ശഫാഅത്ത് നൽകപ്പെട്ടു. ഇവിടെ ശഫാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അശ്ശഫാഅ അൽ ഉദ്മ, ഉന്നതമായ ശഫാഅത്ത് എന്നറിയപ്പെടുന്ന ശഫാഅത്താണ്. അൽ മുറാദ് ബിശ്ശഫാഅ ഹുന അശ്ശഫാഅ അൽ ഉദ്മ. യഖൂലു അൽ അൻബിയാഉ ജമീഅൻ ഫീ عرصات القيامة نفسي نفسي فيشفع النبي صلى الله عليه وسلم لأهل الموقف في عرصات يوم القيامة. فقيامة നാളിൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി നിർമ്മിച്ച ആളുകൾ അവിടെ വെച്ച് ആദ്യം ആദം നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് ചെല്ലും ഷഫാഅത്തിന് വേണ്ടി. പിന്നീട് ഓരോ നബിമാരുടെ അടുത്തേക്കും സമീപിക്കും. അപ്പൊ അവർ പറയും എന്താണ്? നഫ്സി നഫ്സി. അവരുടെ സ്വന്തം കാര്യം തന്നെ അവർക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അവർക്കൊന്നും ഷഫാഅത്ത് നൽകപ്പെടാൻ സാധിക്കുകയില്ല. അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അഹ്ലുൽ മൗഖിഫിന് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ഷഫാഅത്ത് പറയുകയും ചെയ്യും. ആ ഒരു ഷഫാഅത്താണ് അശ്ശഫാഅ അൽ ഉദ്മ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പ്രത്യേകമായിട്ടുള്ളതാണ്. അഞ്ചാമത്തത് നബിമാർ അവരുടെ കൗമിലേക്ക് പ്രത്യേകമായി കൊണ്ട് മാത്രം അയക്കപ്പെടുന്നവരാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ജനങ്ങളിലേക്കുമായിക്കൊണ്ടാണ് അയക്കപ്പെട്ടത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് അമ്പിയാക്കളിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. هذه الخصيصة من أعظم خصائصه. فما من نبي ورسول إلا وكان يبعث إلى قومه فحسب. ഏതൊരു നബിയാകട്ടെ ഏതൊരു റസൂലാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് അയക്കപ്പെട്ട ഏതൊരു നബിയാകട്ടെ റസൂലാകട്ടെ, അവരവരുടെ ഖൗമിലേക്ക് മാത്രം അയക്കപ്പെട്ടവരാണ്. ഇല്ല അന്ന നബിയന അലൈഹി സ്വലാത്തു വസ്സലാം ബഅസ ഔ ബുഇസ ഇല الناس കാഫത. എന്നാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം എല്ലാ ജനങ്ങളിലേക്കും മൊത്തമായി കൊണ്ട് അയക്കപ്പെട്ടു. ഇലൽ അറബ്,
വൽ അജം ഇലാ അഹ്ലിൽ കിതാബ് മിനൽ യഹൂദി വൻ നസാറ വഗൈരിഹിം. അറബികളിലേക്കും അജമികളിലേക്കും അതുപോലെ തന്നെ യഹൂദികളിലേക്കും നസാറാകൾ എല്ലാവരിലേക്കും അയക്കപ്പെട്ട നബിയാണ്. ഫവാജബ അലൈഹിം ജമീഅൻ അൻ യുഅ്മിനു ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവരുടെ മേലെല്ലാം നിർബന്ധമായി വാജിബാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുക എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടത് എല്ലാ ജനങ്ങളിലേക്കും മൊത്തമായി കൊണ്ടാണ്. വഹുവൽ ഖായിലു അലൈഹി സ്വലാത്തു വസ്സലാം ലാ യസ്മഉ ബി അഹദുൻ യഹൂദി വലാ നസ്രാനി സുമ്മ ലാ യുഅ്മിനു ബിമാ ജിഅ്തു ബിഹി ഇല്ലാ കാന മിൻ അഹ്ലിൻ നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ സംബന്ധിച്ച് കേൾക്കുന്ന ഏതൊരു യഹൂദിയാകട്ടെ നസ്രാനിയാകട്ടെ എന്നെ സംബന്ധിച്ച് കേൾക്കുകയും എൻ്റെ ശരീഅത്തിനെ കുറിച്ച് എൻ്റെ റിസാലത്തിനെ കുറിച്ച് കേൾക്കുകയും സുമ്മ ലാ യുഅ്മിനു ബിമാ ജിഅ്തു ബിഹി ഞാൻ കൊണ്ടുവന്നതിൽ വിശ്വസിക്കാതിരിക്കുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്താൽ ഇല്ലാ കാന മിൻ അഹ്ലിൻ നാർ അവൻ നരകത്തിന്റെ ആളുകളിൽ പെട്ടവനല്ലാതായിരിക്കുന്നതല്ല. വഖദ് അഖദ അല്ലാഹു ജല്ല വഅല അൽ ഉഹൂദ് വൽ മവാസീഖ് മിൻ ജമീഇൽ അംബിയാ അന്നഹു മിൻ അദ്റകു നബിയനാ അലൈഹി സ്വലാത്തു വസ്സലാം അയുഅ്മിനു ബിഹി. എല്ലാ നബിമാരിൽ നിന്നും അല്ലാഹു തആല കരാർ വാങ്ങിയിട്ടുണ്ട്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുകയാണെങ്കിൽ, ആ കാലത്ത് അവർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ നബിയിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യാമെന്ന് അള്ളാഹുവിനോട് എല്ലാ അമ്പിയാക്കളും കരാർ ചെയ്തിട്ടുള്ളതാണ്. വഇദാ അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരിൽ നിന്ന് കരാർ വാങ്ങി. അതെന്താണ് കരാർ? അതായത് ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ അവർക്ക് കിതാബും ഹിക്മത്തും നൽകിയ സന്ദർഭത്തിൽ അവർക്ക് കിതാബും ഹിക്മത്തും അല്ലാഹു തആല നൽകി. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, സുമ്മ ജാഅക്കും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅക്കും നിങ്ങളുടെ അടുക്കലുള്ള ആ കിതാബിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഒരു റസൂൽ നിങ്ങളുടെ അടുക്കൽ വരികയാണെങ്കിൽ ലതുഅ്മിനുന്ന ബിഹി തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണം, വലതൻസുറുന്നഹു തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കണം എന്നതാണ് കരാർ. ഖാല അഖറർതും നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു തആല അവരോട് ചോദിച്ചു. വാഖത്തും അലാ ദാലിക മിസ്രി ഖാലു അഖറർന അവർ പറഞ്ഞു ഞങ്ങളത് അംഗീകരിച്ചിരിക്കുന്നു, സമ്മതിച്ചിരിക്കുന്നു. ഖാല ഫഷ്ഹദു വഅന മഅകും മിനശ് ഷാഹിദീൻ എങ്കിലും നിങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചുകൊള്ളുക, നിങ്ങളുടെ കൂടെ ഞാനും സാക്ഷ്യം വഹിക്കുന്നു എന്ന് അല്ലാഹു തആല. فهذه الخصائص اختص بها نبينا عليه الصلاة والسلام فدل على عظيم منزلته ومكانته عند الله سبحانه وتعالى. അപ്പോൾ മറ്റ് നബിമാരിൽ നിന്ന് പ്രത്യേകമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകപ്പെട്ടിട്ടുള്ള ഈ ശ്രേഷ്ഠതകൾ അദ്ദേഹത്തിന്റെ സ്ഥാനവും അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹത്തിനുള്ള പദവിയുടെയും തെളിവാണ്. നസ്അലുല്ലാഹ ജല്ല വഅല യുവഫിഖന ലിമാ യുഹിബ്ബു വയർദാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.